ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് നമ്മുടെ മുൻപിലുണ്ട്. ബി.ജെ.പിയുടെ സഹമന്ത്രിയായ സുരേഷ് ഗോപിയുടെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ. അതിൽ ജാനകി എന്ന വാക്കുള്ളത് കൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് പ്രദർശന അനുമതി നൽകാത്ത കേന്ദ്ര സെൻസർ ബോർഡിന്റെ തീരുമാനം. ഇന്ന് നമ്മുടെ ഹൈക്കോടതി ആ സിനിമ കാണാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇത്തരത്തിലൊരു കേസിൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ആ സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്താൻ കോടതി തീരുമാനിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് കൊച്ചിയിൽ ലാൽ മീഡിയയിലാണ് കോടതി ആ സിനിമ കാണുക. വിവരങ്ങളുമായി ഇപ്പോൾ എന്നോടൊപ്പം കൊച്ചിയിൽ നിന്ന് ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ ഇതുപോലൊരു കേസിൽ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കോടതി കടക്കുന്നത്. ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ കോടതി നേരിട്ട് കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഈ സെൻസർ ബോർഡ് പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ പ്രശ്നങ്ങൾ അതിലുണ്ടോ എന്ന് കോടതി ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. ഗുഡ് മോർണിംഗ് മനു. അതുതന്നെയാണ് കാര്യം. ഇതൊരു അസാധാരണ നടപടി എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഒരിക്കലും കേട്ടിട്ടില്ല. ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദം വരുമ്പോൾ അത് ആ ഹർജി പരിഗണിക്കുന്ന ജഡ്ജി തന്നെ ആ സിനിമ നേരിട്ട് കണ്ട് വിലയിരുത്തുന്ന ഒരു നടപടി, അതൊരു പക്ഷേ അസാധാരണമാണ്, ആദ്യമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ രാവിലെ 10 മണിക്കാണ് ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് എൻ നഗരേഷിന് വേണ്ടി ഈ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. 10 മണിക്ക് ഈ പാലാരിവട്ടത്തുള്ള ലാൽ മീഡിയയിലാണ് ഇതിൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഈ ചിത്രം ജഡ്ജിയെ കാണിക്കുക. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, ഇതിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ, നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ സിനിമ, അതിൻ്റെ പേരിന് പ്രശ്നമുണ്ട്. അത് ദൈവത്തിൻ്റെ പേരാണ്, അത് ഈ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നത് അനുചിതമാണ്, അതുകൊണ്ട് ഇത് പ്രദർശനാനുമതി നൽകാൻ കഴിയില്ല, പേര് മാറ്റാതെ പ്രദർശനാനുമതി നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സെൻസർ ബോർഡിൻ്റെ വാദം. അതെങ്ങനെയാണ് ആ പേര് ഇതിന് അനുചിതമാവുന്നത് എന്ന് കോടതി പലതവണ സെൻസർ ബോർഡിനോട് ചോദിക്കുകയുണ്ടായി. സെൻസർ ബോർഡിൻ്റെ വാദം ഈ മതപരമായും വംശീയപരമായും ജാതിപരമായും ഒക്കെ അധിക്ഷേപമുള്ള കാര്യങ്ങൾ അത് പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നൊരു വാദമാണ് സെൻസർ ബോർഡ് ഉന്നയിച്ചത്. അങ്ങനെയാണെങ്കിൽ ജാനകി എന്ന പേര് എങ്ങനെ അവഹേളനമാകും എന്നാണ് കോടതി ആവർത്തിച്ചു ചോദിച്ചത്. ഇതിൽ മതപരമായ വിഷയം എന്താണ്, എന്തടിസ്ഥാനത്തിലാണ് ഈ പേര് മാറ്റുന്നത് എന്നൊക്കെ കോടതി പലതവണ ചോദിച്ചു. എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും സെൻസർ ബോർഡിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് നിർമ്മാതാക്കൾ ഒരു വാദമായി ഉന്നയിച്ചത്. ഈ കോടതി തന്നെ ഈ സിനിമ നേരിട്ട് കണ്ടാൽ കോടതിക്ക് ബോധ്യമാകാവുന്നതേ ഉള്ളൂ, ഇതിൽ ഒരു തരത്തിലുള്ള ഈ വംശീയപരമായോ ജാതിപരമായോ അധിക്ഷേപം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് സിനിമ നേരിട്ട് കണ്ടാൽ തന്നെ കോടതിക്ക് ബോധ്യമാകാവുന്നതേ ഉള്ളൂ എന്ന് നിർമ്മാതാക്കളും കോടതി അറിയിക്കുകയുണ്ടായി. ഈ ഒരു വാദമധ്യേയാണ് കോടതി എങ്കിൽ അത് നേരിട്ട് കാണാം, ഈ വിവാദങ്ങളെല്ലാം നേരിട്ട് കണ്ട് തന്നെ പരിശോധിക്കാം എന്നൊരു നിലപാടിലേക്ക് ജസ്റ്റിസ് എൻ നഗരേഷ് എത്തിയത്. ഈ ശനിയാഴ്ച, അതായത് ഇന്ന്, ഇതിനുള്ള കാണാനുള്ള സൗകര്യം നിർമ്മാതാക്കൾ ഒരുക്കുക എന്ന നിർദ്ദേശമാണ് കോടതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 10 മണിക്ക് പാലാരിവട്ടത്തുള്ള ലാൽ മീഡിയയിൽ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ ജസ്റ്റിസ് എൻ നഗരേഷിന് വേണ്ടി പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ആ സിനിമ കണ്ട ശേഷം കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇനി ഈ കേസ് വരുന്നത് അടുത്ത ബുധനാഴ്ചയാണ്. ബുധനാഴ്ചയായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക. കോടതിയുടേതായ നിഗമനത്തിലേക്ക് അപ്പോഴേക്കും കോടതി എത്തിയിട്ടുണ്ടാവും. ഒപ്പം സെൻസർ ബോർഡിനോട് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബുധനാഴ്ചയ്ക്കകം ആ സത്യവാങ്മൂലവും ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സെൻസർ ബോർഡിൻ്റെ കുറേ കൂടി വ്യക്തതയുള്ള വാദങ്ങളും ഒപ്പം കോടതി നേരിട്ട് കണ്ട് പരിശോധിച്ചതിൻ്റെ വിലയിരുത്തലുകളും അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കോടതി ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. മനു. ഓക്കെ, താങ്ക് യു ഉമേഷ്. ഏതായാലും കോടതി അന്തിമ തീരുമാനത്തിലേക്ക് പോകട്ടെ. നമുക്ക് കാത്തിരിക്കാം എന്താണ് കോടതിയുടെ തീരുമാനം വരുന്നത് എന്ന്. ഏതായാലും ഇന്ന് ആ സിനിമ കോടതി നേരിട്ട് കണ്ട് വിലയിരുത്താൻ വേണ്ടി പോവുകയാണ്. അതിന് നിയമപരമായ പരിപാടികൾ അങ്ങനെ നടക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം.